സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരകളിലൂടെ നിങ്ങളെ സന്ധിപ്പാൻ കഴിയുന്ന ഈ അവസരത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മനുഷ്യരെല്ലാവരും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ്. അതിനായിട്ട് അവർ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. ജീവിതത്തിൽ അല്പം സന്തോഷം അനുഭവിക്കാൻ വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിലൊരു ദുഃഖകരമായ സത്യം, ചിലർ സന്തോഷത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മാർഗങ്ങൾ അവരെ രോഗികളാക്കി മാറ്റി, അവരെ സമ്പദ്ഘടനയെ തകിടം മറിച്ചു, അവരുടെ കുടുംബം ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിച്ച സന്തോഷം കൈവരിക്കുവാനും കഴിയാതെ നിരാശരായിപ്പോയ ആളുകളുണ്ട്. ജീവിതത്തോട് വിരക്തി തോന്നിയ ആളുകളുണ്ട്. ജീവിതം അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചവരുണ്ട്. ചിലരങ്ങനെ ആ നിലയിൽ മാറിപ്പോയവരുണ്ട്. അപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സന്തോഷം നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ സന്തോഷത്തിനായി കണ്ടെത്തുന്ന മാർഗങ്ങൾ നമ്മെ നശിപ്പിക്കുന്നതാണോ, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണോ, നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുന്നതാണോ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഉയർച്ചയിൽ നിന്ന് നമ്മെ അധപ്പതനത്തിലേക്ക് വലിച്ചിടുന്ന നിലയിലുള്ള ഒരു സന്തോഷമാർഗമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ശതമാനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കവിയും രാജാവുമായിരുന്ന ഒരുവൻ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയ ഒരു സ്ഥലം പറഞ്ഞു തരികയാണ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ആനന്ദം മാത്രമല്ല, ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ആ ആനന്ദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നിസ്സാരമായ ആനന്ദമല്ല, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും ഏറിയ സന്തോഷം അങ്ങനെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ കണ്ടോ, ധനസമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ഭൗതികമായ ഉയർച്ച ഉണ്ടാകുമ്പോഴൊക്കെ മനുഷ്യന് സന്തോഷം ഉണ്ടാവും. അല്ല, ആ സന്തോഷത്തേക്കാൾ അധികമായ ഒരു സന്തോഷം ഇതിന് ലഭിച്ചത് ഇവിടുത്തെ മറ്റ് വിനോദോപാധികളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കും സന്തോഷം അതിനെ പരിപൂർണതമായി അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിത്തീരണമെന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പേരിൽ ആർക്കും രോഗികളാകേണ്ടി വരുന്നില്ല, ധനസമ്പത്ത് നശിക്കുന്നില്ല, ഒരു അധപ്പതനും ഉണ്ടാകുന്നില്ല, മറിച്ച് ഉയർച്ച മാത്രമാണ് ഉണ്ടാകുന്നത്. സന്തോഷം, സമാധാനം എന്നിവയ്ക്ക് കാക്ഷിക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് സന്തോഷമാർഗത്തിൽ തീരുവാനുള്ള ഏക വഴി. നിങ്ങൾക്കും ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയും. എങ്ങനെ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിച്ച് സന്തോഷവും സമാധാനവും സന്തോഷത്തിൻ്റെ പരിപൂർണ്ണത അനുഭവിക്കാനായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.